നമ്മൾ പദയാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വിവാഹാലോചന വരുന്നത്. നമ്മുടെ കുട്ടികൾക്കൊരു വിവാഹാലോചന വരികയാണെങ്കിൽ അതിലേക്ക് ആവശ്യമായ 5 പദങ്ങളെ പഠിച്ചാൽ നല്ലതല്ലേ? ഏതെങ്കിലും അറബികൾ അങ്ങനെയൊക്കെ ഒരു ഓഫറായിട്ട് വരികയാണെങ്കിലോ. അപ്പം അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ പദയാത്രയിലുള്ള സംഗമം. ഓക്കെ ആണോ? അതിന് ആദ്യമായി നമുക്ക് പറയേണ്ടത് എന്താണ്? സവാജ്. സവാജ് എന്ന് പറയും. സവാജ് എന്ന് പറയാൻ എന്താണ്? വിവാഹം. സവാജ് വിവാഹം എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ പിന്നെ കൂടെയുള്ള 2 വാക്ക് നമുക്ക് കൂടെയായിട്ട് പറയും. സൗജ് ഭാര്യ, ഭർത്താവാണ്, ഹസ്ബൻഡാണ്. സൗജ ഭാര്യയാണ്. അപ്പൊ സവാജ് എന്ന് പഠിച്ചു. ഓക്കെ ആണോ? സവാജ്. രണ്ടാമത്തെ ഒന്ന് അതിൽപ്പെട്ട ഒന്നാണ് നിക്കാഹ്. നിക്കാഹ് എന്ന വിവാഹം. അവിടെ അഖ്ദുൻ നിക്കാഹ് എന്നാണ്. അതായത് വിവാഹ എന്താണ് പറയാ, മുഹൂർത്തത്തിൽ ആ ചെയ്യുന്ന വിവാഹ കരാറുണ്ടല്ലോ, അതിനാണ് അഖ്ദുൻ നിക്കാഹ് എന്ന് പറയാം. നിക്കാഹ്, നിക്കാഹ് കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത്. നിക്കാഹിന് വിവാഹം എന്ന അർത്ഥം പറയുമെങ്കിലും അതിൻ്റെ ഔദ്യോഗികമായ ചടങ്ങിനാണ് നിക്കാഹ് അല്ലെങ്കിൽ അഖ്ദ് സവാജ് എന്ന് പറയാം. ഓക്കെ, അഖ്ദ് നിക്കാഹ് എന്നും അഖ്ദ് സവാജ് വിവാഹ കോണ്ടാക്ട് എന്ന് പറയാം. ഓക്കെ, പിന്നെ മറ്റൊന്ന് ഇതിലുള്ളത്, ഒരു വിവാഹം കഴിക്കുമ്പോൾ ആദ്യമായി വേണ്ടത് വലിയാണ്. വലിയ എന്ന് പറയുന്നത് രക്ഷാകർത്താവ് എന്ന് പറയും. അറബ് നാട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് കൈകാര്യം ചെയ്യുന്ന അവരുടെ രക്ഷാകർത്താക്കൾ പിതാവാം, അതല്ലെങ്കിൽ അംഗീകൃതമായ മറ്റാസ്ഥാനത്തിൻ്റെ രക്ഷിതാവ് എന്ന് പറയും. വലിയുൽ അംറ് എന്നാണ് സാധാരണ പേര് പറയാറുള്ളത്. വലിയുൽ അംറ് എന്ന് പറയാം. ഓക്കെ, പിന്നെ വിവാഹത്തിനൊക്കെ നിങ്ങളൊരു ചടങ്ങിന് ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് മഹർ. മഹർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിവാഹ മൂല്യം. ആ വിവാഹത്തിന് കൊടുക്കുന്ന, വധുവിന് കൊടുക്കുന്ന, അതിനെന്താ പറയുക, ആ ഒരു വിവാഹമൂല്യം കൊടുത്തുകൊണ്ടാണ് വിവാഹം കഴിക്കുക. അതിന് പേര് പറയുന്നത് മഹർ എന്നാണ്. ഓക്കെ, അവസാനം നമുക്കൊരു വാക്കുകൂടി പഠിക്കാം. അമ്മായിമ്മയും അമ്മോശാങ്കയും പഠിക്കാം. അതിന് ഹമു എന്നാൽ അമ്മോശനാണ്, ഹമാത്ത് എന്നാൽ അമ്മായിമ്മയാണ്. ഓക്കെ, അപ്പൊ ഇതിന് ഹമു ഹമാത്ത് അത് രണ്ടിടത്തേക്ക് വരും. ഭാര്യയുടെ മാതാവ് പിതാവ്, പിന്നെ അതുപോലെ ഭർത്താവിൻ്റെ മാതാവ് പിതാവ്, രണ്ടിനും ഒരു പേര് തന്നെയാണ്. പിന്നെ അളിയന്മാർ വേറെയുണ്ട്, അതുപോലെ അമ്മമാർ വേറെയുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. അവസാനമായിട്ട് ഒന്നുകൂടി പഠിക്കാം ഷെഹറുൽ അസൽ. അങ്ങനെയൊക്കെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഹണിമൂൺ നാളുകൾക്ക് ഷെഹറുൽ അസൽ എന്നാണ്, അയ്യാമുൽ അസൽ എന്നാണ് പേര് പറയാറുള്ളത്. ഹണിമൂൺ എന്ന് പറയാം. ഇങ്ങനെ ധാരാളം വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇന്നത്തെ വിവാഹയാത്രയിലുള്ള പദയാത്ര വിവാഹയാത്രയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അതിലൊന്നുകൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. സവാജ്, സഫാഫ്. നിങ്ങൾ പഠിച്ചിട്ട് എനിക്ക് ഓർമ്മ, സഫാഫ് എന്ന് പറയും വിവാഹ സൽക്കാരത്തിന്. ഓക്കെ, വലീമ എന്ന് പറയാറുണ്ട്. വലീമ എന്ന വിവാഹ സദ്യക്ക് വലീമ എന്ന് പറയുന്നതാണ്. ഓക്കെ, ശുക്രൻ ലഹസ്നി ഇസ്തിമാഇക്കും. അസ്സലാം.